ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിയായ ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാം. ഇത് എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ള കാര്യത്തിൽ 100% ഷുവറാണ്. ഞാനിവിടെ ഏകദേശം 1 ലിറ്റർ പാല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് ചൂടാകുമ്പോഴേക്കും നമുക്ക് 2 ടേബിൾ സ്പൂണ് വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഒരു ഗ്ലാസ്സിലേക്ക് ഇടാം. ഇനി കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതിലേക്ക് കുറച്ച് വാനില എസൻസും ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കസ്റ്റർഡ് മിക്സും കൂടി ഒഴിക്കാം. ഇത് ഒഴിക്കുമ്പോൾ കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയും കൂടി വേണം. അല്ലെങ്കിൽ കസ്റ്റർഡ് മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ കരിഞ്ഞു പിടിച്ച മണം നമ്മുടെ പാലിലേക്ക് വരും. അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം ഇത് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഒരു വത്തക്ക കഷ്ണം എടുത്തിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുക. ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇടാം. അവസാനം നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം.
ഇനി ഈ വത്തക്ക മിക്സും കൂടി ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഒരു കുഞ്ഞു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേസിൽ സീഡ്സ് ഇടാം. ഇതിന് ബ്ലാക്ക് കസ്കസ് എന്നും പറയാറുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. ഇത് പോപ്പപ്പ് ആവുമ്പോൾ കട്ട പിടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അധികം വെള്ളം ഒഴിച്ച് വെക്കാം. ഇതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊക്കെ പോപ്പപ്പായി വരും. ഇനി ഇതും അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ എല്ലാം തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു 4 കപ്പ് കസ്റ്റർഡ് മിൽക്ക് നമ്മുടെ വത്തക്ക മിക്സിലേക്ക് ഒഴിക്കുക. നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം ഈ കസ്റ്റാർഡ് മിൽക്ക് ബാക്കിയുണ്ടെങ്കിൽ ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഇത് നമുക്ക് ഒരു അടച്ച് വെച്ച പാത്രത്തിൽ ഒരു 5-6 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഇങ്ങനെ തന്നെ വെറുതെ ഒന്നും മിക്സ് ചെയ്യാതെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ച് ബേസിൽ സീഡ്സും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇതിന് ലെയറായി കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കസ്റ്റാർഡ് മിൽക്കും കൂടി ഒഴിക്കാം. ഇനി കുറച്ച് ബേസിൽ സീഡും കൂടി ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇത് വേനലിലെ ചൂടിനും റമദാനിലെ ക്ഷീണത്തിനൊക്കെ നല്ല പറ്റിയ ഒരു സൂപ്പർ ഡ്രിങ്കാണ്. അടിപൊളി ടേസ്റ്റുമാണ് ഇതിന്. ഇത് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.